ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സനാതന ധർമ്മത്തിൽ ദൈവിക സങ്കല്പങ്ങളെ ഷഡ്മതങ്ങളായിട്ടാണ് ആദിശങ്കരൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഏതെല്ലാമാണ്? ഗാണപത്യം, കൗമാരം, ശൈവം, ശാക്തേയം, വൈഷ്ണവം, സൗരം. ഗണപതി, മുരുകൻ, ശിവൻ, ശക്തി, വിഷ്ണു, സൂര്യൻ എന്നിവരുടെ ആരാധനയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ട്, ഇത്രയും ദൈവങ്ങളെ പ്രാർത്ഥിക്കണമോ എന്ന്. നാം അവരുടെ മുന്നിൽ തോറ്റുപോവരുത്. വ്യക്തമായ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എൻ്റെ ചെറിയ അറിവിൽ തോന്നുന്ന കാര്യം ഒന്ന് വിശദീകരിച്ചോട്ടെ. 30 മുക്കോടി ദൈവങ്ങൾ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും നാം ഏകദൈവ വിശ്വാസി തന്നെയാണ്. പരമാത്മാ ഒന്നേയുള്ളൂ. വിവിധ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം. ഉദാഹരണമായി, നാം LKGയിൽ ചേരുന്നു. അക്ഷരങ്ങൾ പഠിക്കുകയാണ് അവിടെ. ആത്മീയതയിൽ വരുമ്പോൾ നാമം ചൊല്ലണം എന്ന ചിട്ടയിൽ നാം എത്തുന്നു. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിവിധ വിഷയങ്ങൾ. അതുപോലെ നാം പല ദൈവങ്ങളുടെയും സ്തോത്രങ്ങൾ ജപിക്കുന്നു. +1ലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നു. അതുപോലെ വിവിധ നാമം ജപിച്ച നാം സഹസ്രനാമത്തിലേക്ക് കടക്കുന്നു. ഡിഗ്രിക്ക് ചേരുമ്പോൾ നാം തിരഞ്ഞെടുത്ത വിഷയത്തിൽ ആഴത്തിലേക്ക് ചെല്ലാൻ ശ്രമിക്കുന്നു. ആത്മീയതയിൽ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും കഥയ്ക്കു പിന്നാലെ പോവാതെ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇനി PGക്ക് ചേരുമ്പോൾ ആ വിഷയത്തിലുള്ള മൈന്യൂട്ടായ കാര്യങ്ങളുടെ വിശകലനത്തിലേക്ക് നാം കടക്കുന്നു. അതുപോലെ തന്നെ ആത്മീയതയിൽ ഉപനിഷത്തുക്കൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. PhD പോലെയുള്ള ഹയർ സ്റ്റഡീസ് ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ അഗ്രഗണ്യനാവുകയാണ്. ആത്മീയതയിൽ വേദങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ബഹുദൈവ ആരാധന വേണ്ടി വരുന്നില്ല. പിന്നീടുള്ള യാത്ര ഏകമായ പരമാത്മാവിലേക്കായിരിക്കും. LKG പഠിക്കാത്ത ഒരാൾക്ക് PhD എടുക്കാൻ കഴിയില്ല എന്ന പോലെ ദിവസവും മുടങ്ങാതെ ജപം തുടങ്ങി പല സ്തോത്രങ്ങളും ജപിച്ച് പല ആരാധനകളും രൂപങ്ങളെയും ദർശിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രഷനിലൂടെ മാത്രമാണ് ഉന്നതിയിലെത്തുക. LKGയിൽ ചേർന്ന ഒരു കുട്ടിക്ക് ഈ ജന്മത്തിൽ തന്നെ PhD എടുക്കാൻ സാധിക്കുമായിരിക്കാം. പക്ഷേ ആത്മീയതയുടെ ഓരോ പടിയും വിഷമമേറിയതാണ്. പല ജന്മങ്ങൾ വേണ്ടിവരാം സത്യത്തെ മനസ്സിലാക്കാൻ. ആ സത്യത്തെ മനസ്സിലാക്കിയവർ പലരുണ്ട് നമുക്ക് മുന്നിൽ. അവരുടെ വഴികൾ പിന്തുടരുമ്പോൾ നമുക്ക് ഈ കടമ്പകൾ കടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓരോ സ്റ്റെപ്പും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ മുഖത്തിന് തന്നെ തേജസ് വരും. മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയും. മറ്റുള്ളവരുടെ തെറ്റ് ചികഞ്ഞെടുക്കാൻ ശ്രമിക്കില്ല. കോപം ഉണ്ടാവില്ല. കോപം വന്നാലും പെട്ടെന്ന് ഇല്ലാതാവും. ഇത്രയുമൊക്കെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പ്രാരംഭഘട്ടത്തെ കടന്നു എന്ന് പറയാം. ഇത്രയുമായാൽ നമ്മുടെ ജാതകത്തിന്റെ സഹായത്താൽ ജന്മനക്ഷത്രത്തിന്റെയും ലഗ്നനക്ഷത്രത്തിന്റെയും 5-ാം ഭാവത്തിനെയും ഭാവാധിപനെയും സമന്വയിപ്പിച്ച് ഒരു ദേവന്റെ ഒരു മന്ത്രം സ്വീകരിച്ച് ജപിക്കാൻ തുടങ്ങാം. ഒരു മന്ത്രത്തിലും ഒരു രൂപത്തിലും തുടങ്ങി രൂപമില്ലാത്ത ആ ചൈതന്യത്തിലേക്കുള്ള യാത്ര തുടങ്ങാം. നന്ദി, നമസ്കാരം.